ഹായ് വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓപ്പോസിറ്റ് ലെറ്റേഴ്സൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ലെറ്റേഴ്സും അതിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സും തന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ കോഡൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് എന്താണ്? എയുടെ നേരെ ഓപ്പോസിറ്റ് ഏതാണ് വരിക? ഇസഡ് ആണ് വരിക. അതിന് ഞാൻ എഴുതിയ കോഡ് എന്ന് പറയുമ്പോൾ അമേസിങ്. അമേസിങ്ങിൽ എയും ഉണ്ട് ഇസഡും ഉണ്ട്. എ വരുന്നു, സിങ് ഇസഡ് വരുന്നുണ്ട്. അതാണ് എ ഇസഡിൻ്റെ കോഡ്. ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ബി വൈ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനുള്ള കോഡ് എന്ന് പറയുമ്പോൾ ബോയ്സ്. ബി വൈ ബോയ്സ് ആലോചിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ബിയും വൈയും കിട്ടും. അതുപോലെ തന്നെ സി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സൈറ്റഡ്. അതുപോലെ തന്നെ ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ അതിൻ്റെ കോഡ് എന്താണ് വരിക? ഡൗൺ. അപ്പോൾ നമുക്ക് ഈ റെഡിൽ എഴുതിയ 4 പേരും കൂടെ ഒന്ന് എങ്ങനെ പറയാം? അമേസിങ് ബോയ്സ് എക്സൈറ്റഡ് ഡൗൺ. അമേസിങ് ബോയ്സ് എക്സൈറ്റഡ് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് 4 പേരിൻ്റെ എന്ത് കിട്ടി? കോഡ് കിട്ടി. അമേസിങ് ബോയ്സ് എക്സൈറ്റഡ് ഡൗൺ. ഇതൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റത്തെ ഈ 4 പേരും കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത നമുക്ക് നോക്കി നോക്കാം. അടുത്തത് എന്ന് പറയുമ്പോൾ ഇ വി. ഇയും വി ഓപ്പോസിറ്റ് ആണ്. അതിനുള്ള കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നെവർ. അതേപോലെ തന്നെ എഫ് യുവിനുള്ളത് ഫൺ. ജി ടിക്കുള്ളത് ഗിഫ്റ്റ്. അപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ 3 പേരും കൂടെ ചേർത്തിട്ട് എങ്ങനെ പറയാം? നെവർ ഫൺ ഗിഫ്റ്റ്. അപ്പം നമ്മളിന്ന് പരിചയപ്പെട്ടത് എത്രയാണ്? 7 ലെറ്റേഴ്സിൻ്റെ പെയറാണ്, ഓപ്പോസിറ്റ് പെയറാണ് പരിചയപ്പെട്ടത്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സിന് നമുക്ക് എങ്ങനെ പറയാം? അമേസിങ് ബോയ്സ് എക്സൈറ്റഡ് ഡൗൺ. അതേപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 3 പേരിന് നമുക്ക് എങ്ങനെ പറയാം? നെവർ ഫൺ ഗിഫ്റ്റ്. ഇത് രണ്ടും ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കോഡിങ് ഡീകോഡിങ് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ലെറ്റേഴ്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം.